എന്നാൽ സിനിമയെന്ന ക്രൈം ചെയ്തതിന്റെ പേരിലല്ല രഞ്ജിത്ത് ഇന്ന് അഴിയെണ്ണുന്നത്, മറിച്ച് സിനിമയുടെ മറവിൽ പീഡന ലീലകൾ അരങ്ങേറിയതിന്റെ പേരിലാണ്. അയാളുടെ രതിവൈകൃത ലീലകളിൽ ആൺ പെൺ വ്യത്യാസമില്ല എന്ന് മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സും എന്തിന് ആന ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ആന വരെ എന്ന് പറഞ്ഞാൽ ലീല മൂവി എത്ര പേര് കണ്ടു എന്നറിയില്ല. എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു മൂവിയായിരുന്നു ലീല കേട്ടോ. ശരിയാണ്, ബിജു മേനോൻ്റെ ചില ഡയലോഗും കാര്യങ്ങളൊക്കെ രസമുണ്ടെന്ന് പറയാതെ എനിക്ക് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റ്, ആ പരിപാടി എനിക്ക് ആ സിനിമ അത്ര ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അപ്പോൾ ലീലയിൽ ആനയുടെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഈ ആലപ്പി അഷ്റഫ് പുള്ളി ഇവരുടെ ചാനലിലൂടെ എടുത്ത് പറയുന്നത്. ഇതിൻ്റെ ഇന്ന് രാവിലെ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇന്ന് രാവിലെ വന്നിട്ടുള്ള ആ ഒരു വീഡിയോയിൽ പഴയ കേസ്, അതായത് പഴയ ഒടുവിലുണ്ണി കൃഷ്ണൻ ആ പാവത്തിന് അടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാനും ചെയ്തിരുന്നു. ഏകദേശം 1.5 ലക്ഷം പേര് കണ്ടിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേര് മനസ്സറിഞ്ഞ് വിഷമിച്ചിട്ടുള്ളൊരു വീഡിയോ ആണത്. മനസ്സറിഞ്ഞ് വിഷമിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം അന്ന് തുറന്നു പറഞ്ഞ സമയത്ത്. കാരണം വെച്ചാൽ ഒടുവിലിനെ പോലെ ഒരു വ്യക്തിനെ അന്ന് മുഖത്തടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതുമാത്രമല്ല, ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ പുള്ളിയുടെ ഈ ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു പോർഷൻ വന്നിട്ടുള്ള ആ ഒരു വീഡിയോയിൽ പറയുന്നത് മുഖത്ത് അടിക്കുക മാത്രമല്ല നാഭിക്ക് ചവിട്ടി എന്നുകൂടി പറയുന്നുണ്ട്. അടി കൊണ്ടിട്ടല്ല ഒടുവിലുണ്ണികൃഷ്ണൻ സാർ വീണത്, അദ്ദേഹത്തിന് നാഭിക്ക് ചവിട്ടിയിട്ട് ആ ചവിട്ടിലുള്ള വേദന സഹിക്കാൻ വയ്യാതെയാണ് നിലത്ത് വീണത്. ഞാനത് കേട്ട സമയത്തെ ഞാൻ ഓൾറെഡി ഈ ഒരു വിഷയത്തിൽ 2-3 വീഡിയോ ചെയ്തത് കൊണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു വിഷയത്തിൽ ഒടുവിലെ വിഷയത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് അത് കണ്ട ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കണം എന്ന് തോന്നി. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പുള്ളി കുറേ അധികം കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. അന്ന് സെറ്റിൽ എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല, കാരണം അന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്, 6-ാം നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ സെറ്റിൽ ഇങ്ങനെ ഒരു വിഷയം നടന്നിട്ട് എന്തുകൊണ്ട് ഈ ഒരു കാര്യം ഒന്നും തുറന്ന് പറഞ്ഞില്ല. കാരണം പല സമയത്തും പല കാര്യങ്ങളും എല്ലാവർക്കും അപ്പോൾ വിളിച്ച് പറയാൻ പറ്റില്ല. അതിന് പല പരിമിതികളുണ്ട്. കാരണം 6-ാം നമ്പരാൻ പോലത്തെ അത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു വിഷയം വന്നിട്ട് അതിനൊരു പ്രശ്നം വരണ്ട എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് തുറന്നു പറയാത്തത് എന്നുള്ള സംഭവം. പ്ലസ് അത് തുടർന്നുണ്ടായ കാര്യങ്ങൾ, അതിനുശേഷം പുള്ളിയെ പല ആൾക്കാരും വിളിച്ചിട്ടുള്ള സംഭവം, രഞ്ജിത്തിൻ്റെ ചില കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആലപ്പി അഷ്റഫിൻ്റെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയാനുണ്ട്. വീഡിയോ കാണാത്തവർ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം. അതിന് മുന്നേ ഈ ഒരു കേസിൻ്റെ അപ്ഡേറ്റ് എന്നുള്ള പോലെ ഞാൻ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോലീസ് ഓഫീസറുടെ ഒരു വീഡിയോ കണ്ടു. അത് കണ്ട സമയത്ത് എനിക്ക് ചില സംശയങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ ആ വീഡിയോയും കൂടി ഇവിടെ പ്ലേ ചെയ്യാം. കാരണം വെച്ചാൽ എങ്ങോട്ടാണ് ഈ കേസിൻ്റെ പോക്ക് എന്നുള്ളത് എനിക്ക് ചെറിയൊരു ആശങ്ക ഉണ്ട്. കാരണം തെളിവുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. പിന്നെ അടുത്ത കാര്യം, ഈ ദിലീപിൻ്റെ കേസ് വന്ന സമയത്ത് ദിലീപിനെതിരെ പ്രതികരിച്ചിട്ടുള്ള WCC അടങ്ങിയിട്ടുള്ള ഒരുപാട് പേര്, WCC ഉള്ള ആൾക്കാർ, രേവതി, ആക്ട്രസ് രേവതി, ഞാൻ അവരൊക്കെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടില്ല അവരൊന്നും പ്രതികരിച്ച് കണ്ടിട്ടുള്ളത്. അതുവരെയുള്ള അവരുടെ പോസ്റ്റുകളൊക്കെ, രേവതിയുടെ പോസ്റ്റുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവർ പല കേസിലും ഈ തുടർച്ചയായിട്ട് ഈ പെൺകുട്ടികളുടെ തൊഴിലിടങ്ങളിൽ, പ്രത്യേകിച്ച് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ സംസാരിക്കുന്ന അവരുടെ ഈ ഒരു പോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് കണ്ടില്ല. ഒരുപക്ഷെ ബന്ധങ്ങൾ വെച്ച് ചിലപ്പോൾ അവർക്ക് കാര്യം പറയാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഇവരൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സംഘടനയെ റെപ്രസെൻറ്റ് ചെയ്യുക, സ്ത്രീകളെ ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അവിടെ അവനൻ്റെ ആൾക്കാർ, അവനൻ്റെ പരിചയമുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ആരാണെങ്കിലും അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതിനുള്ള ആ ഒരു വളരെ കൃത്യമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തണം. എന്തായാലും ആ ഒരു പോലീസ് ഓഫീസറുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. വേറെ ആരും അങ്ങനെ വളരെ കാര്യമായിട്ട് പിൻ പോയിൻ്റ് ചെയ്ത് പണ്ട് ദിലീപിൻ്റെ വിഷയം വന്ന സമയത്ത് പ്രതികരിച്ച പോലെ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി, ഇവരൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. നിങ്ങൾ ആരെയും കണ്ടു വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. ഭാഗ്യലക്ഷ്മി അവരൊന്നും കമൻറ്റ് ചെയ്ത് കണ്ടില്ല. പാർവതിയുടെ എന്തോ ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന എന്തോ ഒരു കാരവൻ അങ്ങനെ എന്തോ ഒരു കണ്ടൊരു ഓർമ്മയുള്ളൂ. സോറി, ഞാൻ റെഫർ ചെയ്തില്ല അത് വീഡിയോ ചെയ്യുന്നതിന് മുന്നേ. ആരുടെയും അങ്ങനെ ഒരു പ്രതികരണം കണ്ടില്ല. അപ്പോൾ ഞാൻ ഈ ആദ്യം ഒരു പോലീസ് ഓഫീസറുടെ ഒരു റെസ്പോൺസ് ഉണ്ട്, അത് പ്ലേ ചെയ്യാം. അതിനുശേഷം ആലപ്പി അഷ്റഫ് സംസാരിച്ച കാര്യം സംസാരിക്കാനുണ്ട്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ തുടർച്ചയായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ 97,500 ഏകദേശം 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്നും വീഡിയോസ് ചെയ്യാം. കാരണം ഞാൻ ഈ നോക്കുന്ന സമയത്ത് വീഡിയോ നോക്കുമ്പോൾ പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ് നമുക്കിതുപോലെ കോണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു സപ്പോർട്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്താം.
ഫോണിൽ നിന്ന് അവർ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രം കിട്ടുന്നുണ്ട്. ഇപ്പം അക്യൂസ്ഡ് ആണെങ്കിലും സെറ്റിൽ നിന്ന് ഇവർ പോയതിന് ശേഷം വിളിച്ചിട്ടുണ്ട്, തിരിച്ചു വരാൻ പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെറ്റിൽ നിന്ന് ഒരു വർക്കർ പോകുമ്പം ഓണർ കോൺടാക്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. CCTV എവിഡൻസ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഫോൺ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്, ഫോൺ എടുത്തിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഉള്ളിൽ CCTV ഇല്ല, ബാക്കി നമ്മൾ നോക്കണം. മറ്റാൾക്കാരോട് ഇവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവരുടെ കൺവീനിയൻസ് ആണല്ലോ, അവരുടെ കംഫർട്ട് അനുസരിച്ചല്ലേ കംപ്ലൈൻറ്റ് ഫ്രണ്ടിലോട്ട് വരണമെങ്കിൽ അവർ തന്നെ വരണമല്ലോ. അപ്പം അതിനെടുക്കുന്ന ഒരു സമയം മാത്രമാണ്. ഭീഷണി ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടില്ല, ഭീഷണി ഉണ്ടായതായിട്ട് പറഞ്ഞു. ഈ ടോണെന്ന് ഇപ്പം നമ്മൾ പല കേസിൽ ഇതിന് മുന്നേ ഉള്ള പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതുപോലത്തെ ഒക്കെ ഒത്തുതീർപ്പായി പോവുക, അല്ലെങ്കിൽ തെളിവിൻ്റെ അഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ പലതും കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ന്യൂസ് കേട്ടിടത്തോളം മകളുടെ പ്രായമാണ് അല്ലേ, മകളുടേക്കാളും പ്രായം കുറവാണ്. അപ്പം അങ്ങനത്തെ ഒരു കുട്ടിയോട് ഇതുപോലത്തെ ഒരു പരിപാടി ചെയ്യുക, പ്രത്യേകിച്ച് അതിനൊരു ഹിസ്റ്ററി ഉണ്ടാവുന്ന ആൾ എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും അതൊരു പണിഷ് ചെയ്യാതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടാവരുത്. ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുമെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ല, പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇതുപോലെ പിടിപാടുള്ള ഒരാളെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ട് ശിക്ഷിക്കപ്പെടണം. അല്ലാതെ കുറച്ച് ദിവസം റിമാൻഡിൽ കിടന്ന് ജയിലിൽ കിടന്ന് കുറച്ച് കഷ്ടപ്പെട്ട് തിരിച്ചു വന്നു, പിന്നെയും പഴയ പരിപാടികൾ തുടർന്നു, പഴയ അധികാരങ്ങൾ കിട്ടി എന്ന് പറഞ്ഞതിൽ യാതൊരുവിധ അർത്ഥമില്ല. നമ്മുടെ നിയമ സംവിധാനത്തിൽ നമുക്ക് ഈ കുട്ടികൾക്കും പ്രത്യേകിച്ച് ഇതിലൊക്കെ അങ്ങനത്തെ തൊഴിലൊക്കെ എടുക്കാൻ പോകുന്നവർക്ക്, കാരണം ഇനിയൊക്കെ ഇതിൻ്റെ കൂടുതൽ കാലമാണ്, ഒരുപാട് പേരോട് ഇതുപോലെ ഇൻട്രാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. കാരണം കഴിവുള്ളവർ തന്നെ പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് വേറെ പല അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്ത് മുന്നോട്ട് വരേണ്ട അങ്ങനത്തെ ഒരു വൃത്തികെട്ട സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ആൾക്കാർ ഇതിൽ കുടുങ്ങിക്കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് അതിൻ്റെ തെളിവ് ഇതാക്കിയിട്ട് അത് പുറത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആ പാവൻ പെൺകുട്ടിയെ പോലുള്ള മറ്റുള്ള കുട്ടികൾക്കും ഇനിയും വരുന്നവർക്കും അനുഭവിച്ചവർക്കും എല്ലാവർക്കും പുറത്തേക്ക് വന്ന് സംസാരിക്കാനുള്ള ആ ഒരു പ്രചോദനം, അറ്റ്ലീസ്റ്റ് ഈ ഒരു കേസോടുകൂടി അത് ഭയങ്കര ചേഞ്ച് ആവണമെന്ന് ഞാൻ മനസ്സ് തുറന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ആലപ്പി അഷ്റഫിൻ്റെ പ്രതികരണത്തിലേക്ക് പോവാം. ഒടുവിലിൻ്റെ ശാപം, ഞാൻ ആ കഴിഞ്ഞ തംബ്നെയിൽ ഒടുവിലിൻ്റെ ശാപം, ആ ശാപം തന്നെ സീരിയസ് ആയിട്ട് ആ ശാപം എന്തെങ്കിലും കാലത്തൊന്നും ഫലിക്കാതിരിക്കില്ല. കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അതിൽ യാതൊരു സംശയമില്ല. എന്തെങ്കിലും ഒരു കാലാകാലമൊന്നും ഒരാൾക്കും ഇതുപോലെ എല്ലാവരും ഇങ്ങനെ ആക്കിയിട്ട് വിലസാൻ കഴിയില്ല. ഇയാൾ രചനയിലും സംവിധാനത്തിലും അഭിനയത്തിലുമൊക്കെ ബഹുകേമനാണെങ്കിലും സ്വഭാവം വെറും തറയാണെന്നും മുഖം മൂടി അണിഞ്ഞ ഒരാളാണെന്നും അയാളുടെ ഉള്ളിൽ ഒരു ക്രിമിനൽ സ്വഭാവമുണ്ടെന്നും ആദ്യമായി പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഞാനാണ്. എന്നെ എതിർത്തുകൊണ്ടും അയാളെ ന്യായീകരിച്ചുകൊണ്ടും ചിലരൊക്കെ രംഗത്തു വന്നുവെങ്കിലും പിന്നീട് അവരുടെ ഒന്നും ഒരു പൊടി പോലും കാണാതെയായി. അതിനുള്ള ആദ്യത്തെ പ്രാവശ്യം ഇദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് കമന്റ് ബോക്സ് കംപ്ലീറ്റ് ഇയാൾക്കെതിരായിരുന്നു. പുള്ളിയുടെ വീഡിയോൻ്റെ അടിയിൽ എന്താ പറയുക, ആദ്യമൊക്കെ ഭയങ്കര തരും, ഒരു പക്ഷേ ചിലപ്പോൾ PR-ൻ്റെതായിരിക്കാം, സപ്പോർട്ടേഴ്സിൻ്റെ ആയിരിക്കാം. പക്ഷേ സ്ലോലി കാര്യങ്ങളൊക്കെ പുറത്തു വന്ന സമയത്ത് ഇതിനെല്ലാത്തിനും ഒരു ചേഞ്ച് നമ്മൾ കണ്ടതാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു എന്നുള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഇനിയും ന്യായീകരിക്കാൻ നിന്നാൽ കൂടുതൽ നാറുമെന്ന് അവർക്കും ബോധ്യമായി. അന്ന് ഞാൻ പറഞ്ഞത് മലയാള സിനിമയിലെ പ്രതിഭാധനനും വയോവൃദ്ധനും എല്ലാവർക്കും പ്രിയങ്കരനുമായിരുന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനോട് കാണിച്ച ക്രൂരതയെക്കുറിച്ചായിരുന്നു. ഒരു ചെറിയ തമാശയുടെ പേരിൽ മദ്യപിച്ച് ലക്കുകെട്ട രഞ്ജിത്ത് അഹങ്കാരം കൊണ്ട് ആ സാധു മനുഷ്യനെ ചെവിക്കല്ല് നോക്കി അടിച്ച് നിലത്ത് വീഴ്ത്തി എന്നതായിരുന്നു. അടികൊണ്ട് വീണ ഒടുവിലാനെ എല്ലാവരും ചേർന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുനീരോടുള്ള ആ മുഖം എനിക്കൊരിക്കലും മറക്കാനാവില്ല. ഇന്നും ആ ദയനീയമായ മുഖം എന്റെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ സത്യം ഞാൻ വെളിപ്പെടുത്തിയപ്പോൾ പലരും എന്നോട് കമന്റിലൂടെ ചോദിച്ചു, അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, അവന്റെ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന്. കോടികൾ മുടക്കി ആരംഭിച്ച ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന വേളയിൽ നടക്കുന്ന ഒരു പ്രശ്നം കൂടുതൽ വഷളാക്കുക എന്നതല്ല, എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. എല്ലാവരും ചേർന്ന് പ്രശ്നം സമാധാനപരമായി അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കയറി ഇടപെട്ട് പ്രശ്നം വഷളാക്കുന്നത് ന്യായമാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ഞാൻ ഈ സംഭവം എന്റെ ചാനലിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ അത് കണ്ടിട്ട് എന്നെ ആദ്യം വിളിച്ചത് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ G. സുരേഷ് കുമാർ ആയിരുന്നു. സുരേഷ് കുമാർ എന്നോട് പറഞ്ഞത്, ഒരു കാര്യം പറയുമ്പോൾ അത് വളരെ
വളരെ കൃത്യമായി പറയേണ്ടതല്ലേ? അതെന്താണ്, എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ സുരേഷ് പറയുന്നു, ഒടുവിലാൻ വീണത് അടികൊണ്ടല്ല, അടിയുടെ കൂടെ നാഭിക്കിട്ട് ഒരു തൊഴി കൂടെ കൊടുത്തു. ആ തൊഴിയുടെ ആഘാതത്തിലാണ് ഒടുവിലാൻ വീണത്. ആ ബഹളത്തിനിടയിൽ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതാണ് സത്യം. കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ നാഭിക്കിട്ടാണ് ചവിട്ടിയതെന്ന് ഓർക്കണം. അദ്ദേഹം അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. മരണകാരണം പോലും ഇതാണെന്നുള്ള രീതിയിലാണ് ഈ വീഡിയോൻ്റെ അടിയിൽ പലരും കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ വേറെ 1-2 ഷോർട്ട് വീഡിയോസ് കണ്ടു ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം. കാരണം ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തതിന് ശേഷം സജഷനിൽ വന്നതാണ്. ആ വീഡിയോൻ്റെ അടിയിൽ വരെ പല കമൻസും ഉണ്ട്. മാനസികമായിട്ട് ശാരീരികമായിട്ട് വയ്യാതിരിക്കുന്ന പാവം ഒടുവിൽ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി സംഭവിച്ചതുകൊണ്ട് മാനസികമായിട്ട് അത്രയും തളർന്നുകൊണ്ടാണ് ആ പാവം അത്രയും അധികം ബുദ്ധിമുട്ടിയിട്ടാണ് മരണത്തിന് കീഴടങ്ങി എന്നുള്ള രീതിയിൽ കമൻസ് ഒരുപാട് കണ്ടു കേട്ടോ. അത് മനുഷ്യന്റെ നിവൃത്തികേടും നിസ്സഹായ അവസ്ഥയും കാരണമാണ് തുടർന്ന് ആ പടത്തിലും പിന്നീട് അയാളുടെ മറ്റൊരു പടത്തിലും അഭിനയിക്കാൻ നിർബന്ധിതനായത്. തന്നെയുമല്ല, രഞ്ജിത്തിനെ പോലെയുള്ള ഒരാളെ നേരിടാനുള്ള ശക്തിയും പ്രാപ്തിയും ആ പാവം മനുഷ്യനുണ്ടായിരുന്നില്ല. സുരേഷ് കുമാർ ഒടുവിലാനെ തൊഴിച്ച കാര്യം കൂടി എന്നോട് പറഞ്ഞപ്പോൾ ഇതുൾപ്പെടെ വീണ്ടും ചില സത്യങ്ങൾ കൂടി വെളിപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. അപ്പോഴേക്കും സുരേഷ് കുമാർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറയുന്നു, താൻ ഇനി രഞ്ജിത്തിനെ ഒന്നും പറയല്ലേ, അയാൾ വലിയ അവശതയിലാണ്, കരൾ മാറ്റ ശസ്ത്രക്രിയയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി അയാൾ ഒരു കുഴപ്പമില്ല, ശേഷിയൊക്കെ ഉഷാറായിട്ടുണ്ട്, ഇതില്ല എന്നുള്ളതാണ് ഇതില്ല അനങ്ങില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞത്. പക്ഷെ അതൊക്കെ മെഡിക്കലി അത് എക്സാമിൻ ചെയ്ത സമയത്ത് അതിനൊന്നും യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് തെളിഞ്ഞു. അതുകൊണ്ടാണ് കൂടുതൽ പ്രതികരണങ്ങൾ ഞാൻ ഒഴിവാക്കിയത്. മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാം. ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്തുന്നതിലാണ് കാര്യം. അതിന് മനസ്സിൽ കുറച്ച് നന്മ വേണമെന്ന് മാത്രം. എല്ലാം തികഞ്ഞവരായി ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ലല്ലോ. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് ഒരു ഘോഷയാത്ര തന്നെ നടത്തിയിരുന്ന അയാൾക്ക് അസുഖബാധിതനായി കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോഴെങ്കിലും മാനസാന്തരമുണ്ടായി കാണും. ചെയ്ത തെറ്റുകൾക്കൊക്കെ പശ്ചാത്തപിക്കുന്നുണ്ടാകും എന്നൊക്കെ വെറുതെ തെറ്റിദ്ധരിച്ചു. ശരിയാണ് കേട്ടോ. ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ എന്തെങ്കിലും ഭയങ്കര അഹങ്കരിച്ച് നടക്കുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാലെങ്കിലും ഇതുപോലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങൾക്കൊരു ചേഞ്ച് വരും അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ പറയും, മനസ്സിൽ ദൈവത്തിനെ വിചാരിക്കുന്ന ആൾക്കാർ കേട്ടോ, ഞാൻ തന്നെയാണ് ദൈവം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക്, ഞാൻ തന്നെയാണ് പടച്ചോൻ, ഞാൻ തന്നെയാണ് ഏറ്റവും വലുത് എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാത്തവർക്ക് എന്താ വെച്ചാൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് വരുന്ന അസുഖവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇനിയെങ്കിലും നമുക്കൊരു പശ്ചാത്താപം തോന്നിപ്പോവും. കഴിഞ്ഞത് പോട്ടെ, ഇനിയെങ്കിലും മര്യാദയ്ക്ക് എന്താ പറയുക, ഒരു നന്മയുള്ള ആളായിട്ട് ഞാൻ നടക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ ഇത് അതുപോലും ഇല്ല. എന്നാൽ ആ ധാരണകളെയൊക്കെ തിരുത്തി കുറിക്കുന്നതാണ് ഇപ്പോൾ അയാൾ നടത്തിയ പീഡനം. ഞാൻ ഇങ്ങനെയാണ്, എന്റെ ശൈലി ഇതാണ്, ഒരിക്കലും എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തില്ല എന്ന് ഒരാൾ തീരുമാനിച്ചാൽ പിന്നെ വരുന്നതിനെയൊക്കെ നേരിടുന്നതിനും അനുഭവിക്കുന്നതിനും അയാൾ യോഗ്യനാണ്. ഒടുവിലിനെ തല്ലി താഴെയിട്ടു എന്നത് മാത്രമാണല്ലോ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. എന്നാൽ അയാൾ സിനിമാ രംഗത്തുള്ള പല പ്രമുഖരെയും തല്ലിയിട്ടുണ്ട്. പാവക്കൂത്തെന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഇന്നത്തെ ഒരു പ്രശസ്ത നിർമ്മാതാവിനെയും കരണത്തടിച്ചും നാഭിക്ക് ചവിട്ടിയും അയാൾ നിലത്തിട്ടിട്ടുണ്ട്. അയാൾ ചെറുപ്പക്കാരനായിരുന്നിട്ട് പോലും പ്രതികരിക്കാതെ കണ്ണീരൊലിപ്പിച്ചു കൊണ്ടുപോയ ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പേര് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്താത്തത്. ഒടുവിലാന്റെ സംഭവം അന്ന് ഞാൻ വെളിപ്പെടുത്തിയതിന്റെ പിന്നാലെ അദ്ദേഹത്തിന്റെ സഹോദരൻ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. തന്തയ്ക്ക് പറഞ്ഞാൽ നിന്നെയും തല്ലുമട അഷ്റഫേ എന്നായിരുന്നു അത്. ഞാൻ അതൊന്നും അന്നത്ര കാര്യമാക്കിയില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് രഞ്ജിത്തിൽ നിന്നും എനിക്ക് നേരെ മറ്റൊരു ഭീഷണി ഉയർന്നു വന്നു. നിന്നിഷ്ടം എന്നിഷ്ടം എന്ന ചിത്രത്തിൽ മോഹൻലാലിന് മസാല ദോശയും ചായയും ഒക്കെ കൊടുക്കുന്ന സപ്ലയറായിട്ട് അഭിനയിച്ച ഹരി നമ്പൂതിരി ഈയിടെ എന്നെ കാണാൻ വന്നിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ രഞ്ജിത്തിന്റെ സെറ്റിൽ നിന്നാണ് വരുന്നത്, ഇനി എനിക്ക് അഷ്റഫ് ഖായെ കൂടെ കണ്ടിട്ട് വേണം പോകാനെന്ന് രഞ്ജിത്തിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു പോലും, അവനോട് പറഞ്ഞേര് ഇനി എന്റെ മുന്നിലൊന്നും വന്ന് പെടരുതെന്ന്. ആ വിദേശ മലയാളിക്കാകട്ടെ ഈ ഒടുവിലാന്റെ വിഷയമൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് നേരെ അവന്റെ അഭ്യാസ പ്രകടനവുമായി വന്നിരുന്നുവെങ്കിൽ ഒടുവിലാനെ ചവിട്ടിയ ആ കാൽ ഞാൻ ഇങ്ങെടുത്തേനെ. ഞാൻ അടിക്കും പിടിക്കുമൊന്നും നടക്കുന്ന ആളൊന്നുമല്ല. അത്തരം വീരകൃത്യങ്ങൾക്കൊന്നും താല്പര്യവുമില്ല. ഒരു കാലത്ത് കരഘോഷങ്ങളോടെ വേദിയിലേക്ക് ആനയിച്ചിരുന്ന അയാളെ പിന്നീട് IFFKയുടെ വേദിയിലേക്ക് കൂക്കുവിളികളുടെ അകമ്പടിയോടെ തലതാഴ്ത്തി കടന്നു വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണല്ലോ. എന്തുണ്ടായാലും എന്താ, ഇന്ന് കൊതുകടി കൊണ്ട്
സാധാരണ ഒരു എന്താ പറയുക, സാധാരണ എന്നല്ല പറയുക, ഒരു ക്രിമിനലായിട്ട് ഏതോ ഒരു ജയിലിൽ, എവിടെയെന്ന് പോലും ഏതോ ഒരു ജയിലിൽ നിരത്ത് കിടക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചു. അത്ര അധികം ചെയ്തികൾ മനുഷ്യൻ ചെയ്യുന്ന സമയത്തൊക്കെ കേൾക്കുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചില കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്ത് അഹങ്കരിക്കുന്ന സമയത്ത് ഒരു സമയം നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആൾക്കാരുടെ കണ്ണീര്, അവരുടെ ശാപം അത് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ തിരിച്ച് അത് കിട്ടാതിരിക്കില്ല. പിന്നെ ഞാൻ ഈ WCCയുടെ ഡീറ്റെയിൽസൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു WCC അല്ല, ഈ കമ്മിറ്റി ഉണ്ടല്ലോ, അവരുടെ കാര്യം കേൾക്കണം. ഈ നടി അവിടെ പരാതിപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ കണ്ടു. ഈ ഇൻറ്റേർണൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് രഞ്ജിത്തിൻ്റെ വക്കാലത്ത് പിന്നെ ഏറ്റെടുത്ത വക്കീൽ. അതായത് അയാളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ആ കമ്മിറ്റിയിലകത്തുള്ളത്. അത് ഒരാളുടെ കാര്യമാണ് പുറത്ത് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ സ്ഥിതി എന്താ? അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ ഇൻറ്റേർണൽ കമ്മിറ്റിക്ക് മുൻപിൽ എങ്ങനെ ഒരു പെൺകുട്ടികളൊന്നുമില്ല, പുരുഷനാണെങ്കിലും എങ്ങനെ പോയി പറയും? പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നീതി ലഭിക്കും?